ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മക്കൾക്ക് സ്കൂളിൽ ലഞ്ചൊക്കെ കൊടുത്തിട്ട് വന്നതിന് ശേഷമുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലഞ്ചൊക്കെ കൊടുത്തു വന്നിട്ട് ഞാൻ പിന്നെ ടെറസിൻ്റെ അവിടെ വരെ ഒന്ന് പോയി. അവിടെ കുറച്ച് നേരം ഒന്ന് മരങ്ങളും പക്ഷികളെയൊക്കെ നോക്കിയൊക്കെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് പോന്നു. കുറച്ച് ടൈം എനിക്ക് ഫ്രീ ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ച് അങ്ങ് വന്നിട്ട് കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എനിക്ക് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ ഓർമ്മിക്കുന്ന സാധനങ്ങൾ ഇതുപോലെ എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മറന്നു പോകും. ഇതുപോലെ ബുക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഞാൻ സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിക്കുകയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാനൊന്ന് കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഉയർത്തിയൊക്കെ കെട്ടി ഫുള്ളായിട്ട് കെട്ടിയൊക്കെ വയ്ക്കുകയാണ്. എനിക്കിങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് കിച്ചണിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടും ആവിയും അങ്ങനെയൊക്കെ എടുക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ മുകളിലോട്ട് കെട്ടിയിട്ടാണ് കിച്ചണിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഒരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാനൊരു തുണി എടുത്തിട്ട് നമ്മുടെ ചോറും കറിയും വെള്ളമൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ വലയടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വീഴുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് മൂടി വെച്ചു. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം വലയൊക്കെ ഉണ്ട്, ജോലി കുറേ ഉണ്ടെന്നൊക്കെ ഞാനൊന്ന് നിരീക്ഷിച്ച് നിൽക്കുവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കബോർഡൊക്കെ മുകളിലത്തെയും താഴത്തേക്ക് കബോർഡൊക്കെ ക്ലീൻ ചെയ്തതുകൊണ്ട് ആ ഒരു ജോലി ഒഴിവായി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വലയും നമ്മുടെ വലയായിട്ടല്ല, കുറച്ച് പഞ്ഞി പോലുള്ള കുറച്ച് ചുവരിലൊക്കെ ഇതുപോലെ പൊടിയായിട്ടൊക്കെ പറ്റിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൾബ്, ട്യൂബ്, പിന്നെ ഫാന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് എടുക്കണം. കിച്ചണിൻ്റെ ഒരു സൈഡിൽ നമുക്ക് നിന്ന് ഇതുപോലെ നിലത്ത് നിന്ന് നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് വരുന്ന ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നാലേ എനിക്ക് അടിക്കാൻ പറ്റത്തുള്ളേ. അല്ലാതെ അതിൽ ഇത്ര പൊക്കമുള്ള സ്റ്റൂളും ചെയറൊന്നും എനിക്ക് ചെയറിലായിരുന്നാലും എനിക്ക് കുറച്ച് പേടിയുണ്ട്, ആടി വീഴി എങ്ങനെയും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ നിന്നിട്ട് വിശാലമായിട്ട് അങ്ങ് അടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സോസൊക്കെ ഒന്ന് തുടച്ചെടുക്കും. പിന്നെ ബൾബ്, പിന്നെ നമ്മുടെ ഈ ഫാൻ തുടയ്ക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എണ്ണമയമാണ് ഫാനിൽ. കിച്ചൻ്റെ മുകളിലുള്ള ഫാന് ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, കുറച്ച് എണ്ണമയമായിരിക്കും. വേറെ റൂമിലൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ പാചകം ചെയ്യുന്ന ആ സമയമില്ലേ, ഇതുപോലെ കടുവറുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന എണ്ണ മുകളിലോട്ടെങ്ങാനും പോയി അവിടെ പറ്റി പിടിച്ചിരിക്കുന്നതാണോ എന്നറിയില്ല. അപ്പോൾ കുറച്ച് എണ്ണമയമായിരിക്കും നമ്മുടെ ഫാൻ എപ്പോഴും. നമ്മൾ എന്തായാലും ഡീപ്പ് ക്ലീനിങ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ബൾബും ട്യൂബും എക്സോസും എല്ലാം ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ റൂമിലൊക്കെ ആയിരുന്നിരുന്നാലും അങ്ങനെ തന്നെ ഇതുപോലെ ബൾബും നമ്മുടെ ഫാനും ബൾബും ഒക്കെ ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിലാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മനസ്സിനൊക്കെ ഒരു തൃപ്തി വരുമായതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ബൾബൊക്കെ താഴെ ഊരി വീഴാതെ ഞാൻ ശ്രദ്ധിച്ചിട്ട് അതിനെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ മുകളിലത്തെ ക്ലീനിങ്ങൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാനൊന്ന് നിലത്തിറങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ രണ്ട് ഡോറുണ്ട് കിച്ചണിൽ. അപ്പോൾ ആ ഡോറൊന്ന് തുടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് തുണിയെടുത്തിട്ട് നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ കോളിനില്ലേ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഡോറൊക്കെ കാണാൻ നല്ല തിളക്കം പോലെ ആയിരിക്കുമേ. എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീടൊക്കെ ഞാൻ എല്ലാ മാസവും ഡീപ്പ് ക്ലീൻ ഇതുപോലെ ചെയ്യാറുണ്ട്. അത് റൂമായാലും കിച്ചണായാലും ലിവിങ് റൂം ആയിരുന്നിരുന്നാലും ഞാനിതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ ഏകദേശം 2 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 3 ദിവസമാവും. വേറെ എന്തെങ്കിലും ഹെക്റ്റിക്കായിട്ട് നമുക്ക് വേറെ പണികളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഒക്കെ വരികയാണെങ്കിൽ 3 ദിവസമായിട്ടാണ് ഞാൻ ആ ക്ലീനിങ്ങൊക്കെ തീർത്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡോറിൻ്റെയൊക്കെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി ജനാല ക്ലീനിങ് ആണ്. ഈ ജനലിനോട് ചേർന്നിട്ടാണ് ഞാൻ ഈ പാത്രത്തിൻ്റെ സ്റ്റാൻഡ് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സ്റ്റാൻഡ് ഒന്ന് ഒഴിവാക്കി എടുത്തില്ലെങ്കിൽ ഞാൻ ജനൽ തുടയ്ക്കുമ്പോൾ കംപ്ലീറ്റ് പൊടിയും പാത്രത്തിലൊക്കെ പറ്റിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ സ്റ്റാൻഡും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തു. ഈ സ്റ്റാൻഡ് ഇപ്പോൾ വാങ്ങിയിട്ട് ഒരു 7 വർഷമായിട്ടുണ്ട്. ഇത് ഞാൻ ശർക്കര അമ്പലത്തിൽ ഉത്സവത്തിന് മറ്റോ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തോടു കൂടി പാത്രങ്ങളൊന്നും വെക്കുകയൊന്നുമില്ല. വെള്ളം ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ, പാത്രത്തിൽ ഡിഷ് വാഷറിൽ ഇതുപോലെ വെള്ളത്തോടുകൂടിയുള്ള പാത്രങ്ങളിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഈ സ്റ്റാൻഡിൽ വെക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് തുരുമ്പൊന്നും എടുക്കാതെ നല്ലതായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഈ സ്റ്റാൻഡ് ഞാൻ ഒരു മാസം കൂടുമ്പോഴല്ല ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്, ഒരാഴ്ച കൂടുമ്പോൾ തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കും. ഇല്ലെങ്കിൽ പൊടിയൊക്കെ ആയിരിക്കും, കംപ്ലീറ്റ് പൊടിയൊക്കെ ആയിരിക്കും സ്റ്റാൻഡിൽ. അതുകൊണ്ട് ഒരാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്തെടുക്കും. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലെ ടൈലൊക്കെ ഒന്ന് കഴുകി തേച്ചൊക്കെ എടുത്തെടുക്കുകയാണ്.
അതിനായിട്ട് ഞാൻ അവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റി ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഈ സൈഡൊന്ന് കഴുകി എടുത്തിട്ട് വൈപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും സാധനങ്ങൾ വെച്ചിട്ട് മറു സൈഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സൈഡിൽ സ്വിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ട് നൈസായിട്ടാണ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുന്നത്. ആദ്യം ഒന്ന് സോപ്പ് വെള്ളമൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ വൈപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്തൊന്ന് ഉണക്കിയെടുക്കും. നമ്മൾ ദിവസവും ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുമായിരിക്കുമല്ലോ. എനിക്ക് ഇതുപോലെ ഓരോ ജോലി കഴിയുമ്പോഴും കിച്ചണിലെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. കാരണം ഞാൻ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന ഐറ്റംസ് എടുത്തു വയ്ക്കാനും പിന്നെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ, എന്നാൽ പച്ചക്കറി മീൻസ് നമ്മുടെ സവാള അങ്ങനെയില്ലേ, അതിൻ്റെ ഒരു സ്റ്റാൻഡ് മാത്രമാണ് ഞാൻ ഈ കിച്ചണിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവും. അല്ലാതെ ഒരുപാട് സാധനങ്ങളിങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്തൊന്നും വെച്ചിട്ടില്ല. മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭംഗിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്ന ആ കിച്ചണിൽ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ കൗണ്ടർ ടോപ്പിൽ ആ സൈഡൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ ഇരിക്കുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. അവിടെയും അതുപോലെ നന്നായിട്ടൊന്ന് സോപ്പൊക്കെ തേച്ചൊന്ന് സോപ്പ് വെള്ളമില്ല അതൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ആ സൈഡിൽ മറ്റേ സൈഡ് പോലെയല്ല, കുറച്ച് എണ്ണമയവും കാര്യങ്ങളൊക്കെ കാണും. കാരണം ദിവസവും നമ്മളിതുപോലെ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയെടുക്കുകയൊന്നും ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തുടച്ചിരുന്നാൽ പോലും കുറച്ച് എണ്ണമയവും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊന്ന് ഗ്യാസ് ഒന്ന് തുടച്ചെടുത്തു. ഓൾറെഡി തുടച്ചെടുത്തതാണ്, എന്നാലും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തുടച്ചെടുത്തതാണ്. എന്തായാലും നമ്മളതൊന്ന് ക്ലീൻ ചെയ്യല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സൈഡ് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പാടാണ്, മറ്റേ സൈഡിലെ പോലെയല്ല. കാരണം നമ്മുടെ ഗ്യാസിൻ്റെ ട്യൂബൊക്കെ ഇതിൽ കൂടെയൊക്കെ ഹോളിൽ കൂടെയൊക്കെ പോകുമല്ലേ. അപ്പോൾ ആ ഹോളിലെങ്ങാനും വെള്ളം ഇറങ്ങി പിന്നെ താഴെയൊക്കെ വെള്ളം പോയാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കോൺസെൻട്രേഷൻ ചെയ്താൽ മാത്രമേ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനെടുക്കാൻ പറ്റൂ. നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് ആ സ്വിച്ചും കൂടെ ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കുക, അത് കഴിഞ്ഞതിന് ശേഷം തുടയ്ക്കുക. ഈ 2 ജോലിയും കൂടെ തീർന്നു കഴിഞ്ഞാൽ കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഞാൻ മുമ്പൊക്കെ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ഒരു ദിവസം കൊണ്ടൊക്കെ തീർക്കണമെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ഹെക്റ്റിക് ആവുമായിരുന്നേ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മളെക്കൊണ്ട് പറ്റുന്നത് മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ക്ലീനിങ്ങേ ഇഷ്ടമില്ലാണ്ട് വരും. അങ്ങനെ ഞാൻ പിന്നെ 2 ദിവസം 3 ദിവസം എടുത്തിട്ടാണ് ഞാൻ വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കിച്ചണൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നിങ്ങളൊക്കെ ചിലപ്പോൾ വേറെ രീതിയിൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ കിച്ചണൊക്കെ കാണാനായിട്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക്. നമുക്ക് നിന്ന് കുക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കുക. ടാറ്റ, ബൈ ബൈ, ലവ് യു.